Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. അച്ചപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അരി അരക്കുക കുതിർക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അച്ചപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വളരെ നൈസ് ആയിട്ടുള്ള നൈസ് പത്തിരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചരിപ്പൊടിയാണ് എടുക്കാറ്. എന്നാൽ ഇത് നമ്മൾ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1.5 കപ്പ് നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടി നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ 1.5 കപ്പ് ഒന്നിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കല്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് നാളികേരപ്പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കുക. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി ആണ്ട് നമ്മൾ ഇളക്കി നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി എനിക്ക് 1.5 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നു നാളികേരപ്പാൽ. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാക്കുക. ഇനി നമ്മുടെ ബാറ്റർ കറക്റ്റ് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ മുഴുവൻ ബാറ്ററും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ മിക്സിയിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി ആ കട്ടയൊന്നും ഇല്ലാതെ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ ബാറ്റർ മുഴുവൻ ജസ്റ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒരു വട്ടം ഒന്ന് അടിച്ചെടുക്കുക. ഒത്തിരി നേരം അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു കട്ടയൊന്നും ഇല്ലാതെ നല്ല ബാറ്റർ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മിക്സിയിൽ അടിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അത് അലിഞ്ഞു ചേരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ നേരം അത് ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര അലിയിപ്പിക്കുന്നതിനേക്കാളും മിക്സിയിൽ ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് എള്ളാണ്. അപ്പോൾ കറുത്ത എള്ള് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഞാൻ ഇതുപോലൊരു ചീഞ്ചട്ടിയിലാണ് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു അച്ചുണ്ടല്ലോ, അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ച് എണ്ണയിൽ ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ മാവ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ മാവിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ താഴ്ഭാഗത്ത് അടിഞ്ഞ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടായ അച്ച് വേണം നമ്മൾ ബാറ്ററിലോട്ട് മുക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായി ചൂടാക്കിയതിന് ശേഷം ബാറ്ററിൽ പതുക്കേനെ ഇങ്ങനെ മുക്കി കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒരിക്കലും നമ്മുടെ അച്ചിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ മുക്കി എണ്ണയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കേനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അച്ചപ്പത്തിൻ്റെ അച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അച്ചപ്പം അതിൽ നിന്ന് തന്നെ വിട്ട് എണ്ണയിലേക്ക് വീഴും. അതുപോലെ ഒരു ഇത്തിരി കൂടി കട്ടിക്ക് വേണം, അതായത് സൈഡ് ഭാഗം നന്നായി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം വരെ ഇതുപോലെ ഇങ്ങനെ മുക്കി കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി മുക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മുകൾ ഭാഗം വരെ നമ്മൾ മുക്കി കൊടുക്കുക ബാറ്ററിൽ. അതിനുശേഷം എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വിടിയിച്ചെടുക്കുക. എപ്പോഴായാലും ഇതിപ്പോൾ എനിക്ക് ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഓരോന്നാക്കുന്നത്. നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഈ അച്ചപ്പത്തിൻ്റെ അച്ചിൽ നിന്നും അച്ചപ്പം വിട്ട് വന്നതിന് ശേഷം 1 മിനിറ്റ് അച്ച് ചൂടുള്ള എണ്ണയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അച്ചൊരിക്കലും തണുത്തതിന് ശേഷം മാവിൽ മുക്കാൻ പാടില്ല. അപ്പോൾ മാവ് നമ്മുടെ അച്ചിൽ പറ്റി പിടിക്കില്ല. അതുകൊണ്ട് നല്ല ചൂടായ അച്ച് വേണം മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരച്ചപ്പം
നല്ലതുപോലെ റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പിന്നെ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാനായിട്ട്. പിന്നെ അച്ചപ്പത്തിൻ്റെ കളറ് ഇതുപോലെ ഒന്ന് ചെറുതായി വ്യത്യാസപ്പെടുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റണം. ഒത്തിരി നേരം നമ്മൾ എണ്ണയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചപ്പം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ, ഈ ഒരു കളറാകുമ്പോൾ നമ്മളതിന് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് എണ്ണ വാർത്തി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ അച്ചപ്പം മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ അരി അരച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയാം, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.